കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്ന് പകൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷമുള്ള കരങ്ങളെടുത്ത് കർത്താവിനെ സ്തുതിച്ച സകല മാനത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സ്വർഗ അതിസ്വർഗം ഇറങ്ങി വന്ന് ഇന്ന് പകൽക്കാലം പ്രിയ സഹോദരങ്ങളെ അനുഗ്രഹിക്കുന്ന പകലായി തീരട്ടെ. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്, മനോഹരമായ ഒരു വാക്യം. 13-ാം അധ്യായം 8-ാം വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്: യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറയുവാൻ കഴിയുമോ? യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. 103-ാം സങ്കീർത്തനക്കാരൻ ഇപ്രകാരമാണ് പാടുന്നത്: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവും അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ മറക്കാതെ ഇന്ന് പകൽ കർത്താവിന് നന്ദി കരേറ്റുന്ന ഒരു പകലായി തീരട്ടെ. എല്ലാവരും മധുരം തുറന്ന് ചില നിമിഷങ്ങൾ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഒരു അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ഇതിന്റെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം സകല ദൂതന്മാരും കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്ന് ഇന്ന് പ്രിയ സഹോദരങ്ങളെ അനുഗ്രഹിക്കുന്ന ആശീർവദിക്കുന്ന ഒരു പകലായി തീരട്ടെ. രാവിലും പകലിലും ചേലൊടുതൻ പാലനം ഭൂവിയിലേക്കുള്ളതിനാൽ മാറിയില്ല കാരണം. ഭൂവിയിലേക്കുള്ളതിനാൽ മാറിയില്ല. ഓ ഉലകവയിൽ കൊണ്ടു മാടി വീഴാതോടുവാൻ, ഉലകവയിൽ കൊണ്ടു മാടി വീഴാതോടുവാൻ. തളരെനിക്കു തന്നിടുവാൻ വലഭാഗത്തായുണ്ടു. തളരെനിക്കു തന്നിടുവാൻ വലഭാഗത്തായുണ്ടു. എന്നും നല്ലവൻ യേശുവിൻ